ഹായ് ഫ്രണ്ട്സ്, ലിനീസ് ഫുഡ് കോർണറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് കേരയുടെ തല കറി വയ്ക്കുന്ന ഒരു വീഡിയോ ആണ് ചെയ്യുന്നത്. അപ്പോൾ ഞാനൊരു കേര മീൻ മുഴുവനായിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് കട്ട് ചെയ്തിട്ട് നമുക്ക് അതിന് തല വേർപ്പെടുത്തിയെടുക്കാം. നമ്മളിവിടെ കേരയുടെ തലക്കറി കപ്പയും കൂട്ടിയാണ് കഴിക്കാൻ പോകുന്നത്. കേര നമുക്ക് നല്ല ഒന്ന് കട്ട് ചെയ്ത് ചെറിയ ചെറിയ പീസാക്കി എടുക്കാം. അതിൻ്റെ തലയും അതിന് മുള്ളും വാലൊക്കെ നമുക്ക് കറി വയ്ക്കാൻ എടുക്കാം. ബാക്കി ഞാൻ കട്ട്ലേറ്റ് തയ്യാറാക്കാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം നമുക്ക് കേര ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ നേരത്തെ കേര കട്ട് ചെയ്ത് ക്ലീൻ ചെയ്തെടുക്കുന്ന ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അതിൽ കറി വയ്ക്കുന്നൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാനിത് ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയുന്നില്ല. അപ്പോൾ നമ്മൾ കേരയുടെ തല മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മീനിൻ്റെ ബാക്കി ഭാഗത്തു നിന്ന് അതിൻ്റെ മുള്ളൊക്കെ എടുക്കാം. അതിൻ്റെ നടുവിലുള്ള കട്ടിയുള്ള മുള്ളൊക്കെ നമുക്ക് ഈ മാംസത്തിൽ നിന്ന് വേർപ്പെടുത്തിയെടുക്കാം. ഇത് ഞാൻ കട്ട്ലേറ്റിന് വേണ്ടി മാറ്റി വയ്ക്കുകയാണ്. നമ്മൾ ഈ തലയും കൂടി ഇതിൽ കട്ട് ചെയ്ത് ചേർക്കുന്നുണ്ട്. ഞാനിപ്പോൾ എല്ലാം കട്ട് ചെയ്ത് നല്ലതുപോലെ വൃത്തിയാക്കിയൊക്കെ വെച്ചിരിക്കുകയാണ്. അതിൻ്റെ മുള്ളും തലയും എല്ലാം ഉണ്ട് ഇതിൽ. അപ്പോൾ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നമുക്കിവിടെ ഒരു മൺചട്ടിയാണ് ഞാൻ വെച്ചിരിക്കുന്നത്. അതിലേക്ക് ശുദ്ധമായ വെളിച്ചെണ്ണ തന്നെ ഒഴിച്ചു കൊടുക്കാം. അതൊന്ന് ചൂടായി വന്നു കഴിയുമ്പോൾ നമുക്ക് കുറച്ച് വേപ്പില ഇട്ട് കൊടുക്കാം. കൂടെ നമുക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി ചതച്ചതും 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചതച്ചതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് 1/2 സ്പൂൺ ഉലുവാപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഉലുവാപ്പൊടി നല്ലൊരു ഫ്ലേവർ നമുക്ക് കിട്ടും. പിന്നെ നമുക്ക് കുറച്ച് ചെറിയ ഉള്ളി അരിഞ്ഞതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് 1 സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. 2 സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. 1.5 സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. എന്നിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ 2 മിനിറ്റ് വഴറ്റി കൊടുത്താൽ മതി. കൂടുതലായിട്ട് വഴറ്റി ഇങ്ങനെ മൊരിഞ്ഞ ഒരു ടേസ്റ്റ് ഈ കറിക്ക് അത്ര നന്നല്ല. അതുകൊണ്ടൊന്ന് ജസ്റ്റ് ഒന്ന് വഴറ്റി കൊടുക്കുക. ഒരു 2 മിനിറ്റ് വഴറ്റി കൊടുത്തതിന് ശേഷം നമ്മളിവിടെ തേങ്ങയുടെ 2ാം പാൽ ഒഴിക്കുകയാണ്. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പും കുടംപുളിയും കൂടി ചേർത്ത് കൊടുക്കാം.
അപ്പം നമ്മൾ ഇവിടെ ഒരു വലിയ തേങ്ങ മുഴുവനായിട്ടും എടുത്തിട്ടുണ്ട്. അതിൻ്റെ തലപ്പാൽ ഞാൻ ഒരു 1.5 ഗ്ലാസ് വെള്ളം ഒഴിച്ച് അടിച്ച് മാറ്റി വെച്ചൊക്കെയാണ്. രണ്ടാം പാലാണ് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അത് തിളച്ച് കഴിയുമ്പോൾ അതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന കേരയുടെ തലയും മുള്ളും എല്ലാം നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ മീനെല്ലാം ഗ്രേവിയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയും ആ ഗ്രേവി മീനിന് മേലെ ഒന്ന് ആവത്തക്ക വിധത്തിൽ ഒന്ന് താഴ്ത്തിയിട്ട് കൊടുക്കുക. ഇപ്പോൾ നമ്മുടെ കറി തിളയ്ക്കാൻ തുടങ്ങിയിട്ട് 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. മീനൊക്കെ ഒരുവിധം വേവായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിലേക്ക് നല്ല കട്ടിയുള്ള തലപ്പാൽ നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ 1.5 കപ്പ് വെള്ളം ഒഴിച്ചാണ് ഞാൻ തലപ്പാൽ ഇട്ടെടുത്തിരിക്കുന്നത്. അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. തലപ്പാൽ ഒഴിച്ചതിന് ശേഷം തിളച്ച് തുടങ്ങി ഒരു 2-3 മിനിറ്റ് കഴിയുമ്പോൾ തന്നെ നമുക്ക് ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മൾ വളരെ സ്വാദിഷ്ടമായ രീതിയിലാണ് നമ്മുടെ തലക്കറി തയ്യാറാക്കിയിരിക്കുന്നത്. ഞാനിപ്പോൾ ഇതിലേക്ക് കുറച്ച് ഉള്ളിയും വേപ്പിലയും മൊരിയിച്ചിട്ടിട്ടുണ്ട്. ചോറിൻ്റെ കൂടെയാണെങ്കിലും അതുപോലെ കപ്പയുടെ കൂടെയൊക്കെ ആണെങ്കിലും വളരെ നല്ല ഒരു റെസിപ്പിയാണിത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നാളെ നമുക്കിതുപോലെ വ്യത്യസ്തമായ മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരാം. താങ്ക് യു.